നമ്മൾ തമാശയ്ക്കാണെങ്കിൽ പോലും ഈ ആത്മാക്കളോടോ അല്ലെങ്കിൽ വല്ല ഓജോ ബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതമുണ്ടെന്ന് പറയുന്ന പ്രേതാലയത്തിൽ പോയി പരീക്ഷിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുകയായിരിക്കും നന്നാവുക. ചിലപ്പം പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുപോലെ പണി കിട്ടിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്നത്തെ സ്റ്റോറിയിലുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സിജി. 4 പെൺകുട്ടികൾ JEE എക്സാം എഴുതാൻ വേണ്ടി ഒരു ഹോസ്റ്റലിൽ എത്തുന്നു. പക്ഷേ 4 പേരെയും ഒരുമിച്ച് താമസിക്കാൻ ആ ഒരു വാർഡൻ സമ്മതിച്ചില്ല. ഒരു റൂമിൽ 2 പേരെ വെച്ചായിരുന്നു ആ വാർഡൻ ശരിയാക്കിയത്. എന്നാൽ തൊട്ടടുത്ത റൂമിൽ സോന ഒറ്റയ്ക്കായിരുന്നു. ആ റൂമിൽ ഉണ്ടായിരുന്ന കുട്ടി നാട്ടിലേക്ക് പോയിരുന്നു. അവൾ 1 മാസത്തെ ലീവിലായിരുന്നു. സോനയ്ക്ക് വല്ലാത്ത സങ്കടമായി. പക്ഷെ ആ സങ്കടം പ്രതികാരമായി മാറി അവൾക്ക്. കൂട്ടത്തിൽ കുറച്ച് കുശുമ്പും കുറച്ച് സാമർത്ഥ്യക്കാരിയായിരുന്നു സോന. അവൾ ഒറ്റപ്പെട്ട് മറ്റൊരു റൂമിലേക്ക് പോയപ്പോഴാണ് അവൾക്ക് കുശുമ്പ് കൂടിയത്. കാരണം ആ റൂമിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി, സോനയുടെ റൂമിലുണ്ടായിരുന്ന ആ കുട്ടി 2 മാസം ലീവിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ റൂമിൽ സോന മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വക്രബുദ്ധി കുറച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അവൾ രാത്രി ചിന്തിച്ചു, മറ്റുള്ള കുട്ടികളെ പേടിപ്പിക്കണം. അത് അവൾക്കൊരു ഹരമായിരുന്നു. അവൾ രാത്രി ചിലങ്കിയെല്ലാം കെട്ടി ഒരു പ്രേതത്തെ പോലെ മറ്റുള്ള കുട്ടികളുടെ റൂമിന്റെ മുന്നിലൂടെ, പ്രത്യേകിച്ച് അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ ആ റൂമിലുണ്ടായിരുന്ന ആ 2 പെൺകുട്ടികൾ വല്ലാതെ പേടിച്ചിരുന്നു. പിറ്റേ ദിവസം ആ പെൺകുട്ടികൾ പറയുന്നു, ഇങ്ങനെ ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾക്ക് വല്ലാതെ പേടിയായിരുന്നു. അതൊരു ഹരമായി മാറി സോനയ്ക്ക്. പിറ്റേ ദിവസം ഒരു 11:30-12 മണിക്ക് ഈ പരിപാടി അവൾ അരങ്ങേറി. ഇതേപോലെ ചിലങ്ക കെട്ടി അവൾ നടന്നു. പക്ഷെ അവൾ അറിയാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ, ശരിക്കും വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടി അവിടെ മരണമടഞ്ഞിരുന്നു. ഇതേപോലെ എക്സാം എഴുതാൻ വന്നതായിരുന്നു. ആ ദുരാത്മാവാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം സോനയ്ക്ക് മാത്രം അറിയില്ല. അവൾ പതിവ് പോലെ നാടകം തുടങ്ങി. പക്ഷെ ആ പ്രേതം ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ബാക്കിൽ നിഴൽ പോലെ തോന്നിയെങ്കിലും അത് പ്രേതമാണെന്ന് അവൾ ചിന്തിച്ചിരുന്നില്ല. മറ്റൊരു ദിവസം ഡോറിന് തട്ടിയും പല അപശബ്ദങ്ങൾ ഉണ്ടാക്കിയും അവൾ ആ കുട്ടികളെ പേടിപ്പിച്ചിരുന്നു. അന്നാണ് അവൾക്ക് ശരിക്കും പണി കിട്ടിയത്. കാരണം അവളുടെ ബാക്കിൽ വന്ന് ആ ദുരാത്മാവ് നിൽപ്പുണ്ടായിരുന്നു. പേടിച്ചു പോയോടി കൂട്ടുകാരെ. പല സൗണ്ടുകൾ പുറപ്പെടുവിച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ ഒരു ദുരാത്മാവിനെ കണ്ട് അവൾ അലറി വിളിച്ചത്. തനിക്ക് തോന്നിയതായിരിക്കും അതെന്ന് കരുതി പിറ്റേ ദിവസം ആ നാടകം തന്നെ അവൾ അരങ്ങേറാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ആ പ്രേതമാണെങ്കിൽ അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. റൂമിന് പുറത്തേക്ക് അവൾ ഇറങ്ങിയപ്പോഴാണ് പണി കിട്ടിയത്. ആരെങ്കിലും അവിടെ ഉണ്ടോ? ദയവായി എന്റെ അടുത്തേക്ക് വരരുത്. അത് ശരിക്കും ഒരു പ്രേതമായിരുന്നോ? താൻ വല്ലാത്തൊരു കെണിയിലാണ് പെട്ടിരിക്കുന്ന അവൾക്ക് ബോധ്യമായി. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആ ഒരു ചിന്ത മാത്രമായി അവൾക്ക്. പിറ്റേ ദിവസം ഒന്നും സംഭവിക്കാത്തതുപോലെയായിരുന്നു സോന ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെന്ന്. കാരണം അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ അവൾക്ക് പണി കിട്ടിയ കാര്യം. തനിക്ക് സുഖമില്ല. സോന അവളുടെ 2 ഫ്രണ്ട്സിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, താൻ നാട്ടിലേക്ക് പോവുകയാണ്. ഇനി വരാൻ പോണത് ശനി ഞായറാണല്ലോ. ഞാൻ തിങ്കളാഴ്ച വരാം. 2 ദിവസത്തിന് ശേഷം വരാം. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാണേ. ആരും ശരി സോന, നാളെ കാണാം. അങ്ങനെ അവൾ നാട്ടിലേക്ക് തിരിച്ചു. 2 ദിവസത്തിന് ശേഷമാണ് അവൾ തിരിച്ചു വന്നത്. കാരണം ആ റൂമിലേക്ക് പോകുന്ന അവൾക്ക് ചിന്തിക്കാനേ വയ്യായിരുന്നു. പക്ഷേ പോയല്ലേ പറ്റൂ. കാരണം തനിക്ക് പണി പാൽവെള്ളത്ത് കിട്ടിയതാണല്ലോ. അങ്ങനെ അവൾ ആ റൂമിലേക്ക് ചെന്നപ്പോഴാണ് നടുങ്ങുന്ന മറ്റൊരു സത്യം അവൾക്ക് മനസ്സിലായത്. ആ റൂമിൽ ഒരു വല്ലാത്തൊരു ദുർഗന്ധം ആ റൂമിലുണ്ടായിരുന്നു. മാത്രമല്ല പേടിപ്പെടുത്തുന്നൊരു തണുപ്പും ആ റൂമിലുണ്ടായിരുന്നു. സോന തിരിച്ചു ഹോസ്റ്റലിലേക്ക് വന്നു. അവളുടെ റൂമില് എന്തോ ദുർഗന്ധം ഉണ്ടായിരുന്നു. റൂമിൽ വല്ലാത്തൊരു തണുപ്പും റൂമിന്റെ സൈഡിൽ ആ പ്രേതം ഉണ്ടായിരുന്നു. അവൾ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ദുർഗന്ധം, അതുപോലെ ഒരു വല്ലാത്തൊരു തണുപ്പും. അവൾ നേരെ ആ ഫ്രണ്ട്സിന്റെ റൂമിലേക്ക് പോയി. അവിടെ സാധാരണ രീതിയിൽ തന്നെയായിരുന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ അവൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എൻ്റെ റൂമിൽ എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു തണുപ്പും പോരാത്തതിന് ഒരു ദുർഗന്ധവും ഉണ്ട്. ഇവിടെ തണുപ്പും ഇല്ല, ദുർഗന്ധവും ഇല്ല. എന്റെ റൂമിൽ മാത്രം എന്താ ഇങ്ങനെ? ആ
രണ്ട് ഫ്രണ്ട്സും വന്ന് ആ റൂമിൽ വന്ന് നോക്കിയപ്പോൾ സത്യമാണ്, ആ വല്ലാത്തൊരു മടുപ്പിക്കുന്ന സ്മെല്ലും ആ ഒരു തണുപ്പും. അമ്മേ, എന്തൊരു നാറ്റോ ഇത്. അതെ, നല്ല തണുപ്പും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ശരിയാവും, സോന പേടിക്കേണ്ടെന്ന് പറഞ്ഞവർ സമാധാനിപ്പിച്ച രണ്ട് പെൺകുട്ടികൾ പോയി. രാത്രിയായപ്പോഴാണ് അവൾക്ക് പേടി കൂടാൻ തുടങ്ങിയത്. താനല്ലാതെ മറ്റാരോ ആ റൂമിൽ ഉണ്ടെന്ന് ആ ഒരു പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അവൾ രാത്രി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എക്സാം അടുത്തിരുന്നു. അപ്പോഴാണ് അവളെ പിറകിൽ ആരോ നിൽക്കുന്നതായോ ശ്വാസം വിടുന്നതായോ ഒരു സൗണ്ട് അവൾ കേട്ടു. ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി, പക്ഷെ അവൾക്ക് ആരെയും കണ്ടെത്താനായില്ല. വീണ്ടും വീണ്ടും അവളുടെ ബാക്കിൽ ആരോ വന്നു നിൽക്കുന്നതായി തന്നെ ആ ഒരു പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്തു. ലാസ്റ്റ് അവൾ എന്ത് ചെയ്തെന്നോ, ലൈറ്റ് ഓഫ് ആക്കി കിടന്നു. ഇനി ഇത് പറ്റില്ല എന്നുള്ള ചിന്തയിൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളുടെ ചെവിയിൽ ആരോ എന്തോ പറഞ്ഞതുപോലെ അവൾക്ക് തോന്നി. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരുമില്ല. വീണ്ടും ലൈറ്റ് ഓണാക്കി കുറച്ചു നേരം ഇരുന്നു. വീണ്ടും അവൾ കിടന്നപ്പോൾ വീണ്ടും എന്തോ ഒന്ന് പിറുപിറുത്ത് ആ ഒരു ആത്മാവ് പോകുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി താൻ അകപ്പെട്ടിരിക്കുന്നു, തൻ്റെ കളി കാര്യമായിരിക്കുന്നു, തൻ്റെ ഏതോ ഒരു ദുരാത്മാവ് തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. നീ ഇനി ഒരിക്കലും ഉണരില്ല. ഈ തവണയാണ് സോന ശരിക്കും ആ സൗണ്ട് കേട്ടത്. അവൾ പേടിച്ച് നട്ടലിന്റെ ഇടയിലൂടെ ഒരു തണുപ്പ് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ജീവനും കൊണ്ട് ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്റെ റൂമിൽ ഒരു പ്രേതം, അവൾ അവിടെയുണ്ട്. ഇനി ഇവിടെ നിൽക്കണ്ട, പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും സോന ബോധം കെട്ട് വീണു. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അവൾ അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അങ്ങനെ കുറെ കാലം തന്നെ വേണ്ടി വന്നു അവളൊന്ന് റിക്കവറായി വരാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.